വെൽക്കം ടു ലേണിംഗ് ഫോർ ഓൾ. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻ്റ് പാർട്ട് 1 കംപ്ലീറ്റ് ആയി. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻ്റ് നമുക്ക് പാർട്ട് 2 കൂടിയേ ഉള്ളൂ. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് മനസ്സിലാവും. അപ്പോൾ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫിഫ്ത്ത് പ്രോപ്പർട്ടി, if any two rows or columns are identical or proportional then determinant is 0. അതായത് ഡിറ്റർമിനൻറ്റിനെ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാമെന്ന് വെച്ചോ. ഡിറ്റർമിനൻറ്റ് എ ഈക്വൽ ടു 1 2 3 4 5 6 1 2 3 ഇങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് എങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആയിരിക്കും. കാരണം ഏതെങ്കിലും റോയോ കോളമോ ഐഡൻറ്റിക്കൽ ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കും. ഇപ്പോൾ മനസ്സിലായില്ലേ എന്താണ് ഐഡൻറ്റിക്കൽ എന്ന്? ക്ലിയർ ആയില്ലേ? ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊപ്പോർഷണൽ. പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 1 2 3 4 5 6. നെക്സ്റ്റ് വരുന്നത് ഈ ഫസ്റ്റ് റോയുടെ ഒരു എന്തെങ്കിലും പ്രൊപ്പോർഷണൽ, ഇപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താന്ന് വിചാരിക്കുക. 2 4 6 ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 തന്നെയായിരിക്കും. അതാണ് ഈ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രൊപ്പോർഷണൽ. അത് എന്തെങ്കിലും മൾട്ടിപ്പിൾ ആവാം. അപ്പോൾ ഫസ്റ്റ് റോയോ അല്ലെങ്കിൽ സെക്കൻഡ് റോയോ തേർഡ് റോയോ അല്ലെങ്കിൽ ഫസ്റ്റ് കോളമോ സെക്കൻഡ് കോളമോ തേർഡ് കോളമോ ഏത് റോയുടെയോ കോളത്തിൻ്റെയോ പ്രൊപ്പോർഷണൽ ആണ് നെക്സ്റ്റ് എങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റും 0 ആയിരിക്കും. ക്ലിയർ? ഇനി അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോവാം. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിറ്റർമിനൻറ്റ് ക്യാൻ ബി സ്പ്ലിറ്റ് ഇഫ് എ റോ ഓർ കോളം ഈസ് എക്സ്പ്രസ്ഡ് ആസ് സം ഓഫ് 2 ഓർ മോർ. ഇത് കേട്ട് പേടിക്കണ്ട. അതായത് ഇപ്പോൾ ഒരു ഡിറ്റർമിനൻറ്റ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 പ്ലസ് പി 2 പ്ലസ് ക്യൂ 3 പ്ലസ് ആർ 3 4 5 1 0 3 ഇങ്ങനെ ഒരു ഡിറ്റർമിനൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യണമെന്ന് സൂക്ഷിച്ച് നോക്കുക. അതായത് 1 2 3 നെക്സ്റ്റ് ഉള്ള എല്ലാ റോയും സെയിം തന്നെ. 3 4 5 1 0 3 പ്ലസ് പി ക്യൂ ആർ നെക്സ്റ്റ് സെയിം തന്നെ. 3 4 5 1 0 3 ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഈ ഡിറ്റർമിനൻ്റ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 പ്ലസ് പി 2 പ്ലസ് ക്യൂ 3 പ്ലസ് ആർ, അടുത്തത് 3 പ്ലസ് എ 4 പ്ലസ് ബി എസ് പ്ലസ് 4 3 4 5 ഇങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് എങ്കിൽ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാന്ന് വെച്ചോ. 1 2 3 3 4 എസ് 3 4 5 പ്ലസ് പി ക്യൂ ആർ എ ബി 4 3 4 5. ഇത് റോങ് ആൻസർ ആണ്. ഇങ്ങനെയല്ല സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അതാണ് ഞാൻ ഒന്നുകൂടി കണ്ടീഷൻ ക്ലിയർ ആക്കി തരാം. ഡിറ്റർമിനൻറ്റ് ക്യാൻ ബി സ്പ്ലിറ്റ് ഇഫ് എ റോ ഓർ കോളം ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ സം. അതായത് ഏതെങ്കിലും ഒരു റോയോ ഒരു കോളമോ എക്സ്പ്രസ്ഡ് ആസ് സം ഓഫ് 2 ഓർ മോർ ആണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല രണ്ട് റോയോ രണ്ട് കോളമോ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആൻസർ തെറ്റായിരിക്കും. ഏതെങ്കിലും ഒരു റോയോ ഒരു കോളമോ മാത്രമേ നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും കൺഫ്യൂസിങ് ആയിട്ടുള്ളതും മിക്ക പ്രോബ്ലത്തിലും നമുക്ക് യൂസ് വരേണ്ടതുമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നെക്സ്റ്റ് പറയുന്നത്. ഇഫ് എ ഒരു നോൺ സീറോ സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ, ഇപ്പോൾ ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു പി ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു റോയോ കോളത്തിനെയോ സ്കേലാർ മൾട്ടിപ്പിൾ ഓഫ് അനദർ റോ ഓർ കോളം കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റും സെയിം തന്നെയായിരിക്കും. കൺഫ്യൂസിങ് ആവണ്ട, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 1 2 3 2 3 4 0 2
1 ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് പി ആണെന്ന് അസ്യൂം ചെയ്യുക. ഇനി ഞാൻ പറയാണ് R1നെ നമുക്ക് R1 പ്ലസ് R2 എന്ന് എഴുതാം. ഇതാണ് പറയുന്നത് ആഡിങ് ടു എ റോ ഓർ കോളം. ഒരു റോ ഓർ കോളത്തിനെ വേറെ ഒരു റോ കൊണ്ട് അതിന് ഇനി എന്തെങ്കിലും മൾട്ടിപ്പിളും കൂടി ഉണ്ടാവും, സ്കെലാർ മൾട്ടിപ്പിളും കൂടി ഉണ്ടാവും. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? R1 ടെൻസ് ടു R1 പ്ലസ് R2. അപ്പോൾ എന്ത് വരും? 1 2 3 2 3 4 0 2 1 ഇതാണ് ഡിറ്റർമിനന്റ് എ. ഇതിനെ ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? R1 എന്ന് പറഞ്ഞാൽ R1 പ്ലസ് R2. അപ്പോൾ 1 പ്ലസ് 2 3 2 പ്ലസ് 3 5 3 പ്ലസ് 4 7 2 3 4 0 2 1 ഇതിൻ്റെ ഡിറ്റർമിനൻറ്റും പി തന്നെയായിരിക്കും. ക്ലിയർ ആയോ? അതായത് ഇപ്പോൾ R1 എന്ന റോയിനെ നമ്മളിപ്പോൾ R1 പ്ലസ് 2 R2 ചെയ്യോ, അല്ലെങ്കിൽ R1 മൈനസ് 2 R2 ചെയ്യോ, അല്ലെങ്കിൽ R1 ടെൻസ് ടു 2 R2 പ്ലസ് R1 ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താലും, അതായത് ഏതെങ്കിലും സ്കെയിലർ, ഇതിപ്പോൾ R1 എന്ന് മാത്രമല്ല കേട്ടോ, C1 ആണെങ്കിലും ശരി, C2 ആണെങ്കിലും ശരി, ഏത് വേണമെങ്കിലും കോളത്തിനെയോ റോയിനെയോ നമ്മളിങ്ങനെ വേറൊരു റോയുടെയോ കോളത്തിൻ്റെയോ സ്കെലാർ മൾട്ടിപ്പിൾ കൊണ്ട് ഉള്ള ഈ പ്രോപ്പർട്ടി ചെയ്തിട്ടുണ്ടെങ്കിലും ഡിറ്റർമിനൻറ്റിന് ചേഞ്ച് ഉണ്ടാവില്ല. ഡിറ്റർമിനൻറ്റ് എ ഈക്വൽ ടു പി ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് ബി ഈക്വൽ ടു പി തന്നെയായിരിക്കും. ക്ലിയർ ആയില്ലേ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത്. കൺഫ്യൂസിങ് ആണെങ്കിലും പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഒന്നും കൂടി ക്ലിയർ ആക്കി തരാം. ഡിറ്റർമിനൻറ്റ് എ ഈക്വൽ ടു പി ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് ബിനെ ഏതെങ്കിലും ഒരു റോയോ കോളത്തിനോ സ്കേലാർ മൾട്ടിപ്പിൾ ഓഫ് അനദർ റോ ഓർ കോളത്തിൻ്റെ സം ആയിട്ട് എഴുതിയാലും അതിൻ്റെ ഡിറ്റർമിനൻറ്റും എന്ത് തന്നെയായിരിക്കും? പി തന്നെയായിരിക്കും. ക്ലിയർ? അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുള്ള പാർട്ടാണ്. അപ്പോൾ ആ പാർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്